മാർത്താണ്ഡം ബത്ലഹേം കോളേജ് ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥിനിയായ അൻസിജിയുടെ മരണത്തിൽ കന്യാകുമാരി പോലീസിനെ മോർച്ചറിക്ക് മുന്നിൽ നിന്ന് പോകാൻ അനുവദിക്കാതെ കുടുംബം. തീരുമാനമുണ്ടാക്കാതെ പോലീസിനെ മടങ്ങിപ്പോകാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാരും ബന്ധുക്കളും. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. സിജോ, എന്തിനാണ് ഇപ്പോൾ പോലീസിനെ തടഞ്ഞു വെക്കുന്നത്? എന്താണ് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നത്? ഇന്നലെയാണ് അൻസിജിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നത്. സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിക്കുന്നത്. അതിനുശേഷം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നു. ഈ കുടുംബവും അതോടൊപ്പം തന്നെ ആ നാട്ടുകാരൊക്കെ ആവശ്യപ്പെടുന്നത് ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്, അതുകൊണ്ട് ആർഡിഒ എത്തി അതിന്റെ നടപടികൾ നടത്തണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഏറെ മണിക്കൂറുകളായി അവരിങ്ങ് കാത്തു നിൽക്കുന്നു. അപ്പോഴാണ് തമിഴ്നാട് പോലീസ് സംഘം ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അവർ വാഹനത്തിൽ പോകുന്ന സമയത്ത് ഇവർ പറയുന്ന ഒരു ഒറ്റ പോലീസുകാരനെ പോലും ഇവിടെ നിർത്താതെയാണ് അവർ അങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൂട്ടത്തോടെ പോകരുത് എന്ന് പറഞ്ഞ ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലീസ് സംഘം തിരികെ മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. ഇതിപ്പോൾ പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കാതെയാണ് മടങ്ങുന്നത്. 100% യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഭക്ഷണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. കള്ളത്തരമാണെന്ന് നമുക്ക് മനസ്സിലായി. ഞങ്ങൾ അതുകൊണ്ടാണ് തടഞ്ഞത്. നമ്മൾ അതുവരെ ഒരു പ്രകോപനവും ഇല്ലാതെ വളരെ മാന്യമായിട്ട് ഞങ്ങളുടെ കുട്ടി നഷ്ടപ്പെട്ടിട്ടും ഞങ്ങൾ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. നമുക്ക് ആർഡിഒ അന്വേഷണം മാത്രമേ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതിന് ഒരു ഇതുപോലും ഒരു മനുഷ്യന്റെ ഇതിന് പോലും ഒരു ചെയ്യാത്ത രീതിയിലാണ് ആ പോലീസിന്റെ തീരുമാനം. ഈ കോളേജ് അധികൃതരും ഈ പോലീസും തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ കുഞ്ഞിന് ഇങ്ങനെ ഒരു ഇത് സംഭവിച്ചത്. ആർഡിഒ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ എന്ത് തുടർ നടപടിയാണ് ഇപ്പൊ പറയുന്നത്? ഒന്നും പറയുന്നില്ല. ഒന്നും പറയാതെ അവർ ജീപ്പ് എടുത്തോണ്ട് പോകാൻ നിന്നപ്പോഴാണ് നമ്മൾ ഈ തടഞ്ഞത്. എന്തെങ്കിലും ഒരു മറുപടി ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ? എന്തെങ്കിലും ഒരു മറുപടി ഞങ്ങൾക്ക് പറയണം. ഞങ്ങളും ഇന്നലെ ഈ കുട്ടിയുടെ അമ്മയും അച്ഛനും അനിയത്തിയും 2 ദിവസം കൊണ്ട് ഒരു ഭക്ഷണം പോലും കഴിക്കാതെ വീട്ടിൽ കിടപ്പാണ്. 24 മണിക്കൂറായി മോർച്ചറിയിൽ ആക്കിയിട്ട്. എന്തെങ്കിലും ഒരു തീരുമാനം അവർ പറയണ്ടേ? ഒന്നും തീരുമാനവും പറയാ പറഞ്ഞു സാപ്പിട്ട് വരണു എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇറങ്ങിയത്. അപ്പോഴാണ് നമ്മൾ വാഹനം തടഞ്ഞത്. ഇനി എന്ത് തുടർ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്? ഞങ്ങൾക്ക് ഇത് ജുഡീഷ്യൽ അന്വേഷണം വേണം. അതിലേക്ക് വേണ്ടിയിട്ട് ഉള്ള അന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് മുതിരുന്നത്. കാരണം ഇവരെ രാവിലെ മുതലേ വന്നു, ഞങ്ങൾ ആദ്യം സംസാരിച്ചു, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. നമ്മൾ ഇത്രയും സമയം സമാധാനപരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഇവരിപ്പോൾ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യവും ഒന്നും പറയാതെ പോയത്. അതിനെ ഞങ്ങൾ തടഞ്ഞു. നമുക്ക് എന്തായാലും അന്വേഷിക്കാൻ വേണം. ആൾ വന്നാൽ മാത്രമേ അത് നമ്മൾ. അതായത് ഇത്രയും മണിക്കൂറുകളായിട്ട് ഇവർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യത്തിൽ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് നിരുത്തരവാദമായിട്ടുള്ള ഇടപെടലാണ് നടക്കുന്നത് എന്നുള്ളത്. അതിനിടെയാണ് ഈ പറയുന്നത് പോലെ ഈ മൃതദേഹം ഇവിടെ വെച്ച് ഇനി 2:30-ക്കുള്ളിൽ ഇതിലൊരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ ആർഡിഒയുടെ എത്തിയാൽ മാത്രമാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ പോലീസ് സംഘം കൂട്ടത്തോടെ ഭക്ഷണം കഴിക്കാനായി പോവുകയും ചെയ്തിരിക്കുന്നത്. കാരണം ഇവർ ന്യായമായ ഒരു ആവശ്യമാണ്, അതിന്റെ നടപടിയാണ്. ഭക്ഷണം കഴിക്കേണ്ടെന്നല്ല കേട്ടോ നമ്മൾ പറയുന്നത്. നമ്മളും ഈ പറയുന്ന അവരുടെ ഭക്ഷണം കഴിക്കണം. പക്ഷേ അവർ ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ ഒരാൾ പോലും ഇവിടെ നിൽക്കാതെ കൂട്ടത്തോടെ ഭക്ഷണം കഴിക്കാൻ പോകണം. അവർ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ടേ എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രതിഷേധക്കാരായിട്ടുള്ള ആളുകൾ, നാട്ടുകാരും ഒരു ബന്ധുക്കളൊക്കെ പറയുന്നത്, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവിടെ നിൽക്കൂ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നടത്തണ്ടേ, എത്രയും വേഗത്തിൽ ഇതൊരു തീരുമാനമുണ്ടാക്കി പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി ഈ മൃതദേഹം ഏറ്റുവാങ്ങിയ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബവും ആലോചിക്കുന്നത്. കാരണം ഇന്നലെയാണ് കുട്ടി മരണപ്പെടുന്നത്. 24 മണിക്കൂറായിട്ടും ഇതിലൊരു നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന ആക്ഷേപമായി ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് SI സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ പ്രതിഷേധക്കാരുമായിട്ട് സംസാരിച്ചു. അതോടൊപ്പം തന്നെ തമിഴ്നാട് പോലീസുമായി സംസാരിച്ചു. നമുക്ക് മനസ്സിലാവുന്നതനുസരിച്ച് ഉന്നത നേതൃത്വമൊക്കെ MLA-മാരും ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഈ വാഹനവുമായി പോലീസ് സംഘം ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. വാഹനത്തിന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ടാണ് ഇവർ പ്രതിഷേധിക്കുകയും ചെയ്യുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ അവിടെ നിന്ന് പോകുന്നതിനെതിരെയാണ് ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. ആരെങ്കിലും ഒക്കെ ഇവിടെ നിൽക്കൂ, എല്ലാവരും കൂടി പോവല്ലേ എന്നാണ് കുടുംബം പറയുന്നത്. വിവരങ്ങൾ നൽകിയത് സിജോ വി ജോണാണ്.